ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മാർത്തോമ സ്ലീഹായുടെ ദുഃഖ്രാന നവനാൾ 9-ാം ദിവസം. തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. മറിയത്തിൻ്റെയും അവരുടെ സഹോദരി മർത്തയുടെയും ഗ്രാമത്തിൽ നിന്നുള്ള ഒരുവൻ, ബഥാനിയാലെ ലാസർ, രോഗബാധിതനായി. ഈ മറിയമാണ് കർത്താവിനെ പരിമള തൈലം പൂശുകയും തന്റെ തലമുടി കൊണ്ട് അവന്റെ കാല് തുടയ്ക്കുകയും ചെയ്തത്. അവളുടെ സഹോദരനായ ലാസറായിരുന്നു അസുഖം ബാധിച്ച് കിടപ്പിലായത്. കർത്താവെ, ഇത് അങ്ങേക്ക് പ്രിയപ്പെട്ടവൻ രോഗം ബാധിച്ച് കിടക്കുന്നുവെന്ന് പറയാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു. അത് കേട്ടിട്ട് യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. യേശു മർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ രോഗിയായി കിടപ്പിലാണെന്ന് കേട്ടിട്ടും യേശു ആയിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം പാർത്തു. അതിനുശേഷം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യഹൂദയിലേക്ക് പോകാം. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, റബ്ബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ ഭാവിക്കുകയായിരുന്നല്ലോ, നീ വീണ്ടും അവിടെ പോകുകയാണോ? യേശു പ്രതിവചിച്ചു, പകലിന് 12 മണിക്കൂറില്ലേ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന് വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറി വീഴുന്നില്ല. രാത്രിയിൽ നടക്കുന്നവനോ ഇടറി വീഴുന്നു, കാരണം അവന് വെളിച്ചമില്ല. ഇക്കാര്യങ്ങൾ അവൻ പ്രതിപാദിച്ചു. അനന്തരം അവൻ അവരോട് പറഞ്ഞു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, എങ്കിലും ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, കർത്താവേനെ ഉറങ്ങുന്നുവെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. യേശുവാകട്ടെ അവൻ്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, എന്നാൽ ഉറക്കമെന്ന നിദ്രയെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. ഞാൻ അവിടെ ഇല്ലാഞ്ഞതിൽ നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിച്ഛേദിക്കാൻ ഇടയാകുമല്ലോ. എങ്കിൽ നമുക്ക് അവൻ്റെ അടുക്കലേക്ക് പോകാം. ദീദിമസ് എന്ന് പറഞ്ഞ തോമസ് സഹശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം. ഈ തിരുവചനങ്ങളുടെ ഒരു ചെറിയ വ്യാഖ്യാനം കഴിഞ്ഞ 8 ദിവസങ്ങളായിട്ട് ഞാൻ നൽകിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. നമ്മൾ അതിലേക്കൊന്നും കടന്നിട്ടില്ല. ചെറിയ ഒരു 10-15 മിനിറ്റ് 10-12 മിനിറ്റ് ഉള്ള ചെറിയ വചന വ്യാഖ്യാനം, വചന പ്രഘോഷണമായിരുന്നു ഈ 8 ദിവസവും നമ്മൾ നവനാളിൽ ചെയ്തത്. അപ്പോൾ നമ്മൾ അതിലേക്കൊന്നും കടക്കാതെ ഒരു ഒറ്റ പോയിന്റിൽ നമ്മൾ ഇന്ന് നിർത്തുകയാണ്. അവനോടുകൂടെ മരിക്കേണ്ടത് നമുക്ക് പോകാമെന്ന തോമസ് ലീഗയുടെ വാക്കുകൾ അറം പറ്റുന്ന വാക്കായിപ്പോയി. അറം പറ്റി. അത് ക്രിസ്തുവർഷം 72 ഇന്ത്യയിൽ വെച്ച് നടന്നു. കുന്തത്താൽ കൊല്ലപ്പെട്ടു തോമസ് ലീഗ. കത്തോലിക്ക സഭയിൽ 3 സ്ലീഹന്മാരുടെ കബറിടത്തിൻ്റെ മുകളിലാണ് ഒരു ബസിലിക്ക ഉള്ളത്. ഒന്ന് റോമായിൽ പത്രോസിൻ്റെ കബറിടത്തിന് മുകളിൽ പത്രോസിൻ്റെ ബസിലിക്ക. മറ്റൊന്ന് സ്പെയിനിൽ യാക്കോബിൻ്റെ കബറിടത്തിന് മുകളിൽ. ആ യാക്കോബ് എന്ന് പറഞ്ഞത് സെബദിയുടെ മകനാണ്. കൊല്ലപ്പെട്ടത് പാലസ്തീനയിലാണ്. 9-ാം നൂറ്റാണ്ടിൽ ഒരു എന്താ പറയുക, ഒരു സ്വപ്നത്തിൽ നിന്ന് പോലെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അസ്ഥികൾ സ്പെയിനിലേക്ക്. അവിടെയാണ് ഈ അദ്ദേഹത്തിൻ്റെ കബറിടത്തിന് മുകളിൽ ബസിലിക്ക. 9-ാം നൂറ്റാണ്ടിലാണ് ആ പാരമ്പര്യം ഉണ്ടായത്. യാക്കോബിൻ്റെ കുഴിമാടത്തിന് മുകളിലാണ് സ്പെയിനിലെ സാന്തിയാഗോ കൊമ്പസ്റ്റൽ എന്ന് പറയുന്ന ആ ബസിലിക്ക എന്ന് പറയുന്നതെങ്കിൽ അതിൻ്റെ 100,000 മടങ്ങ് തെളിവുകൾ കൂടുതലുണ്ട് തോമസ് ലീഗയുടെ കബറിടത്തിന് മുകളിലാണ് ഈ ചെന്നൈയിലെ ബസിലിക്ക എന്നുള്ളത്. ഞാൻ ആവർത്തിക്കുക, 3 സ്ലീഹന്മാരുടെ കബറിടത്തിലെ ബസിലിക്കയുള്ളൂ, പത്രോസ്, യാക്കോബ്, തോമസ് ലീഗ. അതിൽ യാക്കോബിൻ്റെ കുഴിമാടത്തിന് മുകളിലാണ് സ്പെയിനിലെ സാന്തിയാഗോ കൊമ്പസ്റ്റൽ എന്ന് പറയുന്ന ആ ബസിലിക്ക എന്ന് പറയുന്നതിൻ്റെ അതിനുള്ള തെളിവുകളുടെ 100,000 ഇരട്ടി തെളിവുകളാണ് ചെന്നൈയിൽ തോമസ് ലീഗയുടെ കബറിടത്തിന് മുകളിലാണ് ആ ബസിലിക്ക എന്നുള്ളത്. ആ ബസിലിക്ക തോമസ് ലീഗയുടെ ബസിലിക്കയാണ്. ഇഷ്ടം പോലെ തെളിവുകൾ ഇപ്പോൾ നമുക്ക് ഭൗതിക തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ആ ബസിലിക്ക സീറോ മലബാർ സഭയുടെ കയ്യിലായിരിക്കണ്ടേ? സീറോ മലബാർ സഭ സ്ഥാപിച്ച ആളല്ലേ തോമസ് ലീഗ. അത് ലത്തീൻ സഭയുടെ കയ്യിലായിരിക്കാൻ പാടുണ്ടോ? അതുപോലെ തോമസ് ലീഗ കൊല്ലപ്പെട്ട സ്ഥലങ്ങൾ ഈ ലത്തീൻ സഭക്കാർ അത് സീറോ മലബാർ സഭയ്ക്ക് വിട്ടുതരണം. നിങ്ങൾ ഒരുപാട് പണം അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പണമൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള സംവിധാനങ്ങൾ ഏർപ്പാട് ചെയ്യണം. അത് സീറോ മലബാർ പത്രന്മാർ ചെയ്യട്ടെ. ആ ബസിലിക്ക, തോമസ് ലീഗയുടെ കബറിടമുള്ള ബസിലിക്ക ഇപ്പോൾ ലത്തീൻ അച്ഛന്മാരുടെ കയ്യിലാണ്, ലത്തീൻ രൂപതയുടെ കീഴിലാണ്. അത് ലത്തീൻ രൂപതയുടെ കീഴിലാകേണ്ടതല്ലല്ലോ, സീറോ മലബാർ സഭയുടെ കീഴിലായിരിക്കണം. അതുകൊണ്ട് സീറോ മലബാർ സഭയ്ക്ക് വിട്ടുതരണം. സീറോ മലബാർ സഭ അവർ ഇൻവെസ്റ്റ് ചെയ്ത പണത്തിനൊക്കെ അത് തിരിച്ച് അവർക്ക് കിട്ടാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. അതിനൊരുക്കമായിട്ട് ആ ബസിലിക്കയിൽ ഇപ്പോൾ ദുബായിലൊക്കെ പള്ളിയിലൊക്കെ ഉള്ളതുപോലെ ഒരു അച്ഛനെ, സീറോ മലബാർ അച്ഛനെ അവിടെ നിയമിക്കണം. അവർ ലത്തീൻകാരെ അനുവദിക്കണം.
സീറോ മലബാർ സഭയിലെ ആളുകൾ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് വേണ്ട ശുശ്രൂഷകൾ നടത്താൻ ഒരു വൈദികനെ അവിടെ നിയമിക്കണം. ഇപ്പോൾ ദുബായിലെ പള്ളിയിൽ വിവിധ റീത്തുകളിൽ അച്ഛന്മാരെ നിയമിക്കുന്നില്ലേ? അതുപോലെ സാവകാശം അതിൻ്റെ നെഗോസിയേഷൻ നടത്തി അത് സീറോ മലബാർ സഭയെ ഏൽപ്പിക്കണം. സീറോ മലബാർ സഭയെ ഏൽപ്പിച്ചാൽ ഈ മരാമത്തിന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന അച്ഛന്മാരെ കയ്യിൽ കൊടുക്കരുത്. ആ മലയെല്ലാം തുറന്ന് ക്വാറിയാക്കി അവർ വേറെ മോഡേൺ കെട്ടിടം പണിയും. അതാണ് സീറോ മലബാറിൻ്റെ ചരിത്ര സെൻസ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഏൽപ്പിക്കരുത്. അതിൻ്റെ പൗരാണികത വീണ്ടെടുക്കുന്ന തരത്തിൽ ഇപ്പോൾ തന്നെ അവിടെ കുറേ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് അതിൻ്റെ പൗരാണികം നശിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നശിപ്പിക്കാതെ അതിൻ്റെ പൗരാണികം നിലനിർത്തുന്ന തരത്തിൽ ആ ബസിലിക്ക കത്തീഡ്രൽ പള്ളിയായിട്ട്, അത് മേജർ ആർച്ച് ബിഷപ്പ് കത്തീഡ്രലായിട്ട് മാറ്റണം. എന്നിട്ട് മൗണ്ട് തോമസിലല്ല മേജർ ആർച്ച് ബിഷപ്പ് ഇരിക്കേണ്ടത്, ചെന്നൈയിലാണ്. തോമാസ്ലിയുടെ കബറിടത്തിൻ്റെ മുകളിലുള്ള പള്ളി അത് കത്തീഡ്രലാക്കി മാറ്റി മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ആസ്ഥാനം അവിടെയാക്കണം. പത്രോസിന്റെ സിംഹാസനം കബറിടത്തിന് മുകളിലുള്ള ബസിലിക്കയിലാണല്ലോ മാർപ്പാപ്പയുടെ അവിടെ മാർപ്പാപ്പ. അതുപോലെ സീറോ മലബാർ സഭയുടെ തലവൻ ഇവിടെയാണ് വേണ്ടത്. അതിന് സംവിധാനം ഒരുക്കണം. അപ്പോൾ കോസൂരും മെത്രാന് ഈ 5 സെന്റ് ഭൂമി 10 സെന്റ് ഭൂമി അങ്ങനെയല്ല വാങ്ങേണ്ടത്. ഒരു 10-25,000 പേർക്ക് ഇരിക്കാവുന്ന സ്ഥലത്തിൽ ഭൂമി വേണം. കോടാനുകോടി പൈസ വേണ്ടി വരും. അതൊക്കെ ഉണ്ടാകും. അതിന് ദീർഘവീക്ഷണമുള്ള പരിപാടികളാണ് ചെയ്യേണ്ടത്. ഞാൻ മരിക്കുന്നതിന് മുമ്പ് 3 സെന്റ് ഭൂമി അവിടെ ഒരു പള്ളി പണിയുക അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. വിശുദ്ധ വർഷം വരുന്നു AD 33. നമ്മുടെ കർത്താവ് ശിവൻ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം 2000 വർഷം. 2042 വരുന്നു തോമസ് ലീഗ വടക്കേ ഇന്ത്യയിൽ ശുശ്രൂഷ നടത്തിയിട്ട് ഉള്ള സമയം. അത് കഴിഞ്ഞിട്ട് തോമസ് ലീഗ AD 48 ജെറൂസലേമിലേക്ക് തിരിച്ചു പോയി മറിയത്തിൻ്റെ ശവസംസ്കാര കർമ്മത്തിലൊക്കെ പങ്കെടുത്ത് അത് കഴിഞ്ഞ് തിരിച്ച് രണ്ടാമത് വന്നതാണ് ദക്ഷിണേന്ത്യയിലേക്ക്. അന്ന് കേരളം ഇന്ത്യയുടെ ഭാഗമല്ല, അയൽപ്പക്ക ദേശമാണ്. അങ്ങനെ വന്ന സ്ഥലമാണ് കേരളം. അത് 52. അങ്ങനെ തെക്കേ ഇന്ത്യയിലെല്ലാം ശുശ്രൂഷ നയിച്ച് 72 കൊല്ലപ്പെട്ടത്. അപ്പോൾ AD 33 2000 വർഷം 2033, AD 42 2000 വർഷം 2042, AD 52 തോമസ് ലീഗ വന്നതിൻ്റെ 2000 വർഷം 2000 ക്രിസ്തു വർഷം 2052, AD 72 തോമസ് ലീഗ കൊല്ലപ്പെട്ടതിൻ്റെ 2000 വർഷം 2072 വരുന്നു. അപ്പം ഇങ്ങനെയുള്ളൊരു കാലയളവിൽ ആ സമയത്താണ് ഇതൊക്കെ നടക്കേണ്ടത്. ഇതെല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കണം, പിടിച്ചടക്കലല്ല. ഇത് ലത്തീൻ സഭയിലെ മെത്രാന്മാർ വളരെ ഔദാര്യപൂർവ്വം ഇത് ചിന്തിക്കണം. ദൈവശാസ്ത്രപരമായും സഭാപരമായും ചിന്തിക്കണം. സീറോ മലബാർ സഭയിലെ മെത്രാന്മാരും ഇങ്ങനെയൊക്കെ ചിന്തിക്കണം. എന്നിട്ട് ചർച്ചകൾ ചെയ്ത് വഴക്കും വക്കാണമൊന്നും ഇല്ലാതെ ഇത് കൈമാറ്റം ചെയ്യപ്പെടണം. അത് വേണ്ട വിധത്തിൽ പരിഹരിക്കപ്പെടണം. ആരാണ് പണം ഇൻവെസ്റ്റ് ചെയ്തത് അവർക്ക് പണം തിരിച്ചു കിട്ടണം. അങ്ങനെയുള്ള സംഗതികൾ ചെയ്യണം. എന്നിട്ട് ഈ സ്ഥലത്തേക്ക് തീർത്ഥാടനങ്ങൾ, ഈ ശബരിമലയ്ക്കുള്ള തീർത്ഥാടനം പോലെയോ ഈ സാന്റിയാഗോയിലേക്കുള്ള തീർത്ഥാടനം പോലെയോ പോളണ്ടിലെ ചെസ്റ്റകോവയിലേക്കുള്ള തീർത്ഥാടനം പോലെയൊക്കെ തീർത്ഥാടനങ്ങൾ വേണം. അതെല്ലാം വിശുദ്ധമാണ്. വിശുദ്ധ നാട്ടിലേക്ക് തീർത്ഥാടനം പോലെ ഇത് തീർത്ഥാടനങ്ങൾ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സംഗതികൾ ചെയ്യണം. അങ്ങനെ അപ്പോഴാണ് വിശ്വാസം ശരിക്കും ഉണ്ടാകുക. സാമുദായിക ശാക്തീകരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാകുക. സമുദായ ശാക്തീകരണം ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. വെറുതെ മക്കളുണ്ടാവട്ടെ എന്ന് പറഞ്ഞ് മക്കളുണ്ടാവില്ല. ഇത് പലതരത്തിലുള്ള വിശ്വാസ കൂട്ടായ്മ വരുമ്പോഴാണ് സമുദായ ശാക്തീകരണം ഉണ്ടാകുക. അങ്ങനെ വരണം. തീർന്നില്ല. ലത്തീൻ സെമിനാറിൽ പലയിടത്തും തോമസ് ഇന്ത്യയിൽ വന്നിട്ടില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അത് വിലക്കണം. വന്നിട്ടില്ല എന്ന് തെളിയിക്കാൻ ഒരു തെളിവെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ? പിന്നെ തോമസ് ലീഗ് വന്നിട്ടില്ലെന്ന് വിചാരിക്കുന്നവർ തോമസ് ലീഗയുടെ കുഴിമാടത്തിന് മുകളിലുള്ള ബസിലിക്ക കൊണ്ടു നടക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? തോമസ് ലീഗ് ഇന്ത്യയിൽ വന്നിട്ടില്ല എന്ന് പഠിപ്പിക്കുന്നവരുടെ കയ്യിലാണോ തോമസ് ലീഗയുടെ കുഴിമാടത്തിന് മുകളിലുള്ള ബസിലിക്ക വേണ്ടത്? അതുകൊണ്ട് തോമസ് ഇന്ത്യയിൽ വന്നിട്ടില്ല എന്ന് പഠിപ്പിക്കുന്ന ലത്തീൻ സെമിനാരികൾ അവിടേക്ക് അത് നിർത്തലാക്കാൻ മെത്രാന്മാർ മുൻകൈ എടുക്കണം. ഞാൻ ബാംഗ്ലൂർ പഠിക്കുന്ന കാലത്ത് ഞാൻ ക്ലാസ്സിലുണ്ടെങ്കിൽ പ്രൊഫസർ മിണ്ടില്ല. ഞാൻ ക്ലാസ്സിലില്ലെങ്കിൽ തോമസ് ഇന്ത്യ വന്നിട്ടില്ലെന്ന് അന്നേരം പറയും. ഫ്രഞ്ചുകാരനാണ് പ്രൊഫസർ. അപ്പോൾ പിന്നീട് ഞാൻ ഡോക്ടറേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ചിലർ പറയും ഇന്ന് മാണിപ്പറമ്പിലച്ചൻ ക്ലാസ്സിൽ വേണമായിരുന്നു, കാരണം ഇന്ന് മറ്റേ ആൾ വീണ്ടും പറഞ്ഞു തോമസ് ഇന്ത്യയിൽ വന്നിട്ടില്ല. ഞാനുണ്ടെങ്കിൽ പറയില്ല, പേടിച്ചിട്ട്. ഞാൻ സ്റ്റുഡൻ്റ് ആണ്, അദ്ദേഹം പ്രൊഫസറാണ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തോമസ് ഇന്ത്യയിൽ വന്നിട്ടില്ല എന്ന് ക്ലാസ്സിൽ പറഞ്ഞാൽ ഞാൻ ക്ലാസ് എടുക്കാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് തന്നെ ക്ലാസ്സിന് പുറത്താക്കാം, സെമിനാറിന് പുറത്താക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ നുണ പറഞ്ഞാൽ ഞാൻ കൂട്ടാക്കില്ല, ഏത് പ്രൊഫസറാണെങ്കിലും. എൻ്റെ മോഡറേറ്റർ ആയിരുന്നു, പക്ഷേ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ സഭയിൽ കൂട്ടാക്കാൻ. അത് വടവാത സെമിനാരിൽ പഠിക്കുന്ന കാലത്ത് അങ്ങനെയൊക്കെ തന്നെയാണ്. പ്രൊഫസർമാർക്ക് എന്നെ ചെറിയ പേടിയായിരുന്നു എന്ന് പല പ്രാവശ്യം ആലഞ്ചേരി പിതാവ് പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം? സഭാവിരുദ്ധ പ്രബോധനങ്ങൾ ഏത് മെത്രാൻ വന്ന് പറഞ്ഞാലും ഏത് പ്രൊഫസർ വന്ന് പറഞ്ഞാലും മാണിപ്പറമ്പിൽ ചെമ്മാച്ചനാണെങ്കിലും അച്ഛനാണെങ്കിലും കൂട്ടാക്കില്ല. അന്നുമില്ല ഇന്നുമില്ല.
എന്നിട്ടാണ് എനിക്കെതിരെ സഭാവിരുദ്ധ പ്രവർത്തനം, സഭാവിരുദ്ധ കാര്യങ്ങൾ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഇരിങ്ങാലക്കുട തന്നെ അച്ഛന്മാരും ബന്ധപ്പെട്ടവരും പ്രചരിപ്പിച്ചത്. അതൊക്കെ ഒരു തമാശയായിരുന്നു ഞാൻ കാണുന്നു. സത്യവിശ്വാസത്തിന് വേണ്ടി, കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിന് വേണ്ടി എന്നെപ്പോലെ ഉറച്ചു നിന്നിട്ടുള്ള ഒരാൾ അവിടെ ഇല്ല, അവരില്ല. പക്ഷെ അവർക്ക് മറിച്ച് അവർക്ക് പേടിയാണ്, ഇങ്ങനെ നിലകൊള്ളാൻ പേടിയാണ്. അത് എന്ത് ചെയ്യാം, വിശ്വാസത്തിൻ്റെ സ്ഥിരതയില്ലെങ്കിൽ പേടിയുണ്ടാകും. ഞാൻ പറഞ്ഞു വന്നത്, ഞാനിത് സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി മാത്രമായി പറയല്ല, ഭാരത സഭയുടെ നിലനിൽപ്പിന് വേണ്ടി പറയണേ. ഭാരത സഭയുടെ നിലനിൽപ്പിന് വേണ്ടി പറയണേ. ബൈബിളിലും സഭാചരിത്രത്തിലും ലോക ചരിത്രത്തിൽ തന്നെയും ഏറ്റവും ഉയർന്ന വിശ്വാസ പ്രഖ്യാപനം നടത്തിയ തോമാസ് ലീഗ. ആ തോമാസ് ലീഗയുടെ നാട്ടിൽ, ആ തോമാസ് ലീഗയുടെ കബറിടത്തിന് മുകളിലെ ബസലിക്ക, ആ നാട്ടിലാണ് ലത്തീൻ സഭയിലുള്ളവരും പാർക്കുന്നത്. അതുകൊണ്ട് ഇരിക്കുന്ന കൊമ്പ് വെട്ടുന്ന രീതി പാടില്ല. നമ്മൾ വേര് അറുത്ത് കളയുന്ന രീതി പാടില്ല. മെത്രമാരിൽ മുൻകൈ എടുക്കണം. ലത്തീൻ മെത്രമാരും സീറോ മലബാർ മെത്രമാരും. തോമാസ് ലീഗായുടെ മിനിസ്ട്രിയുടെയും ശുശ്രൂഷയുടെയും മരണത്തിന്റെയും കബറടക്കത്തിന്റെയും നാടാണിത്. ആ സ്മരണ ലത്തീൻകാർക്കും സീറോ മലബാർക്കാർക്കും നല്ലതാണ്. മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞതുപോലുള്ള കൈമാറ്റങ്ങൾ നടക്കുകയും വേണം. എന്നിട്ട് സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പിന്റെ കത്തീഡ്രല് ദേവാലയമാകണം ഈ പറഞ്ഞ സ്ഥലം. അവിടെ നിന്നുകൊണ്ടാണ് ശുശ്രൂഷ വേണ്ടത്. അപ്പോൾ ഈ എറണാകുളത്തിൻ്റെ ഈ എതിർപ്പ്, എറണാകുളത്തിൻ്റെ എതിർപ്പ് നടക്കട്ടെ. കാരണം ഇതൊക്കെ മാറ്റുമ്പോഴാണ് അവരുടെ എതിർപ്പ് ഇല്ലാണ്ടാവുള്ളൂ. അവർ ഈ എതിർക്കുന്നത് ഒരു നിലയ്ക്ക് നല്ലതാണ്. കാരണം അവർ അർഹിക്കാത്തത് അവർക്ക് കിട്ടിയിരിക്കുക. അവർക്ക് അർഹിക്കാത്ത കിട്ടിയിരിക്കുന്നത്. വികാരിയത്തെ സ്ഥാപിച്ചപ്പോൾ ചങ്ങനാശ്ശേരി, കോട്ടയും തൃശ്ശൂരുമായിരുന്നു, എറണാകുളം അല്ല. അതിൽ തൃശ്ശൂർ പണ്ടേ ഈ വിശ്വാസത്തിൻ്റെ പാരമ്പര്യം ഉപേക്ഷിച്ചവരാണ്. അപ്പോൾ പിന്നെ കോട്ടയം എന്ന് ചങ്ങനാശ്ശേരിയാണ് ശരിക്കും പറഞ്ഞാൽ സഭാ തലവനാകേണ്ടിയിരുന്നത്. അതിന് പകരമാണ് എറണാകുളത്ത് വന്നത്. അതാണ് പ്രശ്നം. അർഹിക്കാത്തത് കിട്ടിയതാണ് പ്രശ്നം. ആദ്യത്തെ വികാരിയത്തെ കോട്ടയത്തും തൃശ്ശൂരുമാണ്. തൃശ്ശൂരുള്ളവർ ആ പാരമ്പര്യം പണ്ടേ ഉപേക്ഷിച്ചു. പിന്നെ അവർക്ക് വികാരിയത്തെ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഹയറാർക്കി കൊടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ശരിയായ രീതിയിലല്ല എറണാകുളത്ത് നേതൃത്വത്തിൽ വന്നത്. അതുകൊണ്ടാണ് ഈ പിശാചി കിടന്ന് കളിക്കണേ. അതൊക്കെ മാറാനും ഇത് ആവശ്യമാണ്. ഇത് വളരെ ഗൗരവത്തോടെ പരിഗണിക്കേണ്ട കാര്യമായിട്ടല്ലേ നിങ്ങൾക്ക് തോന്നണേ? അങ്ങനെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനാൽ ഈ ദുഃഖാന തിരുനാൾ ഒരു മാറ്റത്തിൻ്റെ തിരുനാളാണ്. മാറി ചിന്തിക്കാനുള്ള തിരുനാൾ. ധൃതി പിടിച്ചൊന്നും വേണ്ട, പക്ഷെ വളരെ ഗൗരവത്തോടെ ചിന്തിച്ചു തുടങ്ങിയാൽ മാറ്റങ്ങൾ വരും. ഈ ദുഃഖാന തിരുനാൾ അതിൻ്റെ ഒരു നാന്ദി കുറിക്കുന്ന തിരുനാളായിട്ട് മാറട്ടെ. അങ്ങനെ വിശ്വാസം പുതുക്കപ്പെടുന്ന, യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വരുന്ന, ആഴപ്പെടുന്ന തിരുനാളായിട്ട് രൂപാന്തരപ്പെടട്ടെ. സാധാരണ തിരുനാൾ ആഘോഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ആഘോഷമാകട്ടെ. സത്പ്രവൃത്തി ഈ KCBC കേരള കത്തോലിക്ക മെത്രാൻ സമിതി എനിക്കൊരു അവാർഡ് നൽകിയിട്ടുണ്ട്. 1997 അവാർഡ് 98 നൽകി. അത് 4 വോളിയം കമൻട്രിക്കാണ്. വ്യാഖ്യാതവൻ്റെ ബൈബിൾ എന്ന് പറഞ്ഞ 4 വോളിയം കമൻട്രി. കത്തോലിക്ക മെത്രന്മാർ, കേരള കത്തോലിക്ക മെത്രന്മാരാണ് അവാർഡ് എനിക്ക് നൽകിയത്. ഈ പുസ്തകങ്ങൾക്ക് 4 പുസ്തകങ്ങൾക്ക് 4 വോളിയം സുവിശേഷങ്ങളെക്കുറിച്ച് നല്ലൊരു വ്യാഖ്യാനമാണ്. ആ 4 വോളിയങ്ങളും വാങ്ങിക്കുകയോ അല്ലെങ്കിൽ അതിൽ ഓരോ വോളിയങ്ങൾ ഏതാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ 4 കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണ് നല്ലത്. ആ വോളിയങ്ങൾ വായിച്ച് പഠിക്കണമെന്നും പറ്റുമെങ്കിൽ അത് വിതരണം ചെയ്യണമെന്നുമാണ് സൽപ്രവൃത്തിയായിട്ട് ഞാൻ നിർദ്ദേശിക്കുന്നത്. സുഹൃത ജപം നമുക്ക് ഇന്ന് ലത്തീനിൽ ചൊല്ലാം. ഡോമിനസ് മേവുസ് എത്ത് ദേവുസ് മേവുസ്, ഡോമിനസ് മേവുസ് എത്ത് ദേവുസ് മേവുസ്. അങ്ങനെയാണ് ലത്തീനിൽ കിടക്കണേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഞാൻ ഇപ്പം ലത്തീൻ സഭയിൽ പെട്ട മെത്രാന്മാരുടെയൊക്കെ ഞാനൊരു ആഹ്വാനം പറഞ്ഞല്ലോ. അപ്പം ലത്തീൻ ഭാഷയിലും നമുക്ക് ഈ തോമാസ് ലീഗയുടെ വിശ്വാസ പ്രഖ്യാപനം ചൊല്ലാം. സുറിയാനിൽ ഞാൻ പറഞ്ഞു, മലയാളത്തിൽ പറഞ്ഞു, ഹീബ്രുവിൽ പറഞ്ഞു, ഗ്രീക്കിൽ പറഞ്ഞു, ലത്തീനിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ ലത്തീനിൽ പറയുകയാണ്. അങ്ങനെ നമുക്കൊരു കൂട്ടായ്മയിൽ ജീവിക്കാനായിട്ട് ലത്തീൻ സഭയോടും സീറോ മലബാർ സഭയോടും കൂട്ടായ്മയിൽ, എന്നാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗൗരവമായി പരിഗണിച്ചുകൊണ്ട് തന്നെ ജീവിക്കാൻ നമുക്ക് സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ സുഹൃദൈവം ലത്തീനിൽ തന്നെ ചൊല്ലാമെന്ന് നിർദ്ദേശിക്കുന്നത്. അങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലുക. തോമാസ് ലീഗയോട് ചേർന്ന് തോമാസ് ലീഗ ചെയ്തോളൂ. ഈശോയോട് നോക്കി ഈശോയോട് പറയുക, ഈ ഡോമിനസ് മേവുസ് എത്ത് ദേവുസ് മേവുസ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.